എല്ലാവർക്കും സ്മാർട്ട് ലേണിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 28/12/2024 നടന്ന 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. നിരവധി ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കണ്ട് ശീലിച്ച ഒരുപാട് ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്റ്റേജിൽ എക്സാമുകൾ കൂടി കഴിഞ്ഞാൽ ശരിക്കും എന്തായിരിക്കും റിസൾട്ട്, കട്ട് ഓഫൊക്കെ ഏകദേശം വരുന്നുള്ള നമുക്കൊരു ഏകദേശം ഒരു ധാരണ കിട്ടുള്ളൂ. കറണ്ട് അഫയേഴ്സ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റായിട്ടും നിരവധി കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനുണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്റ്റേജ് എക്സാം ഉള്ളവർ ഈ ചോദ്യപേപ്പർ നന്നായി അനലൈസ് ചെയ്ത് റിലേറ്റഡ് ഫാക്റ്റൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി 2, 3, 4 മാത്രം എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെപ്പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി 2, 3 മാത്രം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഹാൻ കാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരി ഏത്? അപ്പോൾ ഈ എല്ലാ പ്രസ്താവനകളും കറക്റ്റായിട്ടുള്ള പ്രസ്താവനകൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്നുള്ളതാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. അപ്പോൾ INC കുറിച്ചിട്ട് സ്ഥിരമായ പേഴ്സ് ചോദിക്കുന്നതാണ്. ഇതിൻ്റെ കറക്റ്റായിട്ട് ആൻസർ ഓപ്ഷൻ എ 1, 2, 4 എന്നുള്ളതാണ്. 3 മാത്രമാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ. അടുത്ത ചോദ്യം, 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ഓപ്ഷൻ ഡി 1, 4 മാത്രം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ബി 3, 4 മാത്രം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യ സമര കാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരി ഏത്? ഓപ്ഷൻ എ ആണ് കറക്റ്റുള്ള ഉത്തരം. 1, 2, 3 മാത്രം. ഇനി അടുത്ത ചോദ്യം കറണ്ട് അഫെയർ എന്നുള്ളൊരു ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഇത് സാഹിത്യത്തിൻ്റെ ഭാഗത്തും വരാം, കറണ്ട് അഫെയറിൻ്റെ ഭാഗത്തും വരാം, അങ്ങനെയുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി 4 മാത്രം എന്നുള്ളതാണ്. ഓടക്കുഴൽ അവാർഡ് നേടിയത് ഡി വിനയചന്ദ്രൻ അല്ല, PN ഗോപികൃഷ്ണൻ എന്നുള്ളൊരു എഴുത്തുകാരനാണ്. ഇനി അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം ഏത്? ഓപ്ഷൻ എ 2, 3, 4, 1. അതായത് മലബാർ കലാപം, ക്ഷേത്രപ്രവേശന വിളംബരം, ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം, പിന്നെ അതിർത്തി ഗാന്ധിയുടെ മരണം. ഇതാണ് കറക്റ്റായിട്ടുള്ള ഓർഡർ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം, കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ സി 1, 2, 3 മാത്രം ശരി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം, കൈബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ മണിപ്പൂർ. അടുത്തത്, നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം? ഓപ്ഷൻ എ അഹമ്മദാബാദ്. ഇനി അടുത്ത ചോദ്യം, ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം? ഓപ്ഷൻ ഡി ഖാരിഫ് ആണ് കറക്റ്റായിട്ട് ആൻസർ. ഈ 3 കാർഷിക കാലങ്ങളും അതിലെ വിളകളൊക്കെ തീർച്ചയായും നോക്കിയിട്ട് വേണം അടുത്ത സ്റ്റേജിലുള്ള ആൾക്കാർ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത ചോദ്യം, അവശിഷ്ട പർവ്വതങ്ങൾക്ക് റെസിഡ്വൽ പർവ്വതം ഉദാഹരണമാണ്? ഓപ്ഷൻ എ ആരവല്ലി. ഇനി അടുത്ത ചോദ്യം, ക്രിസ്റ്റലൈൻ കായാന്തരിത ശിലകളിൽ നിന്നും ഘാതന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനം ഏത്? ഓപ്ഷൻ ബി ചുവപ്പ് മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിൽ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി മധ്യപ്രദേശ്. ഇനി അടുത്ത ചോദ്യം, കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ്? ഓപ്ഷൻ ഡി ആന്ത്രസൈറ്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം? ഓപ്ഷൻ സി തമിഴ്നാട്. മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്ന പേരെന്ത്? ഓപ്ഷൻ എ മിൽപ്പ എന്നുള്ളതാണ് അറിയപ്പെടുന്ന പേര്. അടുത്ത ചോദ്യം, ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം? അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും, വനം അതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത്. ഇനി അടുത്ത ചോദ്യം, 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ട വർഷം? ഓപ്ഷൻ എ 1937.
ഇനി അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഓപ്ഷൻ സി, ക്വിറ്റ് ഇന്ത്യ സമരം. ഇനി അടുത്തത്, താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏതാണ്? ഓപ്ഷൻ ബി, വേദാധികാര നിരൂപണം. ഈ കൃതി ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെയാണല്ലേ. ഇനി അടുത്ത ചോദ്യം, ദേശീയ വിദ്യാഭ്യാസ ദിനമായി നവംബർ 11 താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി, മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇനി അടുത്ത ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ? ഓപ്ഷൻ സി, ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി. 26ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ? നമുക്കറിയാം, രാധാകൃഷ്ണൻ കമ്മീഷനും അതുപോലെ കോത്താരി കമ്മീഷനുമാണ് വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓപ്ഷൻ എ 1, 3 ശരി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം, തേബാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി, ബംഗാൾ. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി, രാജാറാം മോഹൻ റോയ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്? ഓപ്ഷൻ ഡി, ട്രാൻക്യൂബാർ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇനി താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത്? ഓപ്ഷൻ ഡി, കുറിച്യ കലാപം 1810 എന്നുള്ളതാണ് തെറ്റിയിട്ടുള്ള ആൻസർ. 1812 കുറിച്യ കലാപം നടന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന് തന്നെ ഫസ്റ്റ് ഭാഗത്ത് വന്ന ചോദ്യത്തിൽ കുറിച്യ കലാപത്തെക്കുറിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇനി അടുത്ത ചോദ്യം, മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ഏത്? അപ്പോൾ 1ാമത്തെയും 3ാമത്തെയും സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി 1, 3. ഇനി അടുത്തത്, ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏത്? ഓപ്ഷൻ ഡി 1, 3 ആണ് ഇതിലും ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. ഇനി 33ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ച് ശരിയായവ ഏത്? അപ്പം അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ 1, 2, 4 എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓപ്ഷൻസ് എല്ലാം വായിക്കുന്നതിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും, അതുകൊണ്ടാണ് ആൻസർ മാത്രം പറഞ്ഞു പോകുന്നത്. ഇനി അടുത്ത ചോദ്യം, 2024 കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവർ? ഓപ്ഷൻ സി, എസ് സോമനാഥ്, ഭുവനേശ്വരി. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി 4 എന്നുള്ളതാണ്. അതായത് ന്യൂനപക്ഷങ്ങളുടെ അവകാശം വേറെ ആർട്ടിക്കിളാണ് വരുന്നത്. 29, 30 എന്നുള്ള ആർട്ടിക്കിളിലാണ് ന്യൂനപക്ഷത്തെക്കുറിച്ചിട്ടൊക്കെ പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെ? ഓപ്ഷൻ എ, റഷ്യ. അടുത്ത ചോദ്യം, കുറിച്യ ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതപ്പോൾ? ഈ ചോദ്യപേപ്പറിൽ തന്നെ ഇത് 3ാമത്തെ ചോദ്യമാണ് കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടിട്ട്. ഓപ്ഷൻ സി 1, 3, 4 എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ഏത്? ഓപ്ഷൻ സി, കേരളീയ സുഗുണബോധിനിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏത്? ഓപ്ഷൻ സി 1, 2, 3 എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ? ഓപ്ഷൻ ഡി, പാലക്കാടും ചേലക്കര. ഇനി അടുത്ത ചോദ്യം, 41ാമത്തെ ചോദ്യം, കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര എന്നുള്ളതാണ്. ഓപ്ഷൻ എ 41 കറക്റ്റായിട്ടുള്ള ആൻസർ. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏത്? ഓപ്ഷൻ ഡി, വയനാട്. ഇതൊക്കെ കേരള ബേസിക് ഫാക്റ്റിൽ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി? ഓപ്ഷൻ ബി, പള്ളിവാസൽ. 44ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം? ഓപ്ഷൻ സി, ലാറ്ററൈറ്റ് മണ്ണ്. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ്? ഓപ്ഷൻ എ, പറമ്പിക്കുളം. ഇനി അടുത്തത്, ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? ഓപ്ഷൻ ഡി, വാഗ്ഭടാനന്ദൻ. കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകൾ എത്ര? ഓപ്ഷൻ എ 20. കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആര്? ഓപ്ഷൻ ബി, റോഷി അഗസ്റ്റിൻ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? ഓപ്ഷൻ എ 5. കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാര്? ഓപ്ഷൻ ഡി, ശ്രീനാരായണ ഗുരു. ഇനി കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ട വർഷം? ഓപ്ഷൻ സി, 1861. 52ാമത്തെ ചോദ്യം, പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ സി, ജവഹർലാൽ നെഹ്റു. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തതേത്? ഓപ്ഷൻ ഡി, കീഴരിയൂർ ബോംബ് കേസ്.
ഇനി 54-ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നു? ഓപ്ഷൻ എ TK മാധവനാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. 1817 ഗൗരി പാർവതിബായി പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? ഓപ്ഷൻ ഡി പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻ ബി VT ഭട്ടതിരിപ്പാട്. 57-ാമത്തെ ചോദ്യം, 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയമേത്? ഓപ്ഷൻ സി ജനസംഖ്യാനുപാത സംവരണം. ഇനി അടുത്ത ചോദ്യം, മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? ഓപ്ഷൻ ബി അർണോസ് പാതിരിയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇനി 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചതാര്? ഓപ്ഷൻ സി വേലുത്തമ്പി ദളവ. 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏത്? ഓപ്ഷൻ എ ആലപ്പുഴ. ഇനി GK സെക്ഷൻ കഴിഞ്ഞു. അടുത്ത സയൻസ് സെക്ഷനാണ്. ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്? ഓപ്ഷൻ സി വാൾട്ടർ G റോസൻ. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏത്? ഓപ്ഷൻ എ പ്ലാസൻഡ. ഇനി അടുത്ത ചോദ്യം, കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏത്? ഓപ്ഷൻ ഡി സ്ക്ലീറൻകൈമ. ഇനി 64-ാമത്തെ ചോദ്യം, ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗമാണ്? ഓപ്ഷൻ ബി വില്ലസുകൾ. ഇനി അടുത്ത ചോദ്യം, വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ഏത്? ഓപ്ഷൻ സി വൃക്കാധമനിയാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. 66-ാമത്തെ ചോദ്യം, നേത്രവൈകല്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ബി 3ഉം 4ഉം ശരി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള പ്രസ്താവന. ഇനി അടുത്തത്, ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം? ഓപ്ഷൻ സി മൊനീറയാണ്. ഇനി അടുത്തത്, ഭീമാകാരത്വം ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? ഓപ്ഷൻ ഡി സൊമാറ്റോട്രോപ്പിൻ. ഇനി അടുത്ത ചോദ്യം, കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി 4 ശരി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇനി വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത്? ഓപ്ഷൻ ബി കണ്ണ്. ഇനി 71-ാമത്തെ ചോദ്യം, ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം? ഓപ്ഷൻ എ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നതാണ് ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏത്? ഓപ്ഷൻ ബി സമ്പുഷ്ട യുറേനിയമാണ് ശരിയായിട്ടുള്ള ഉത്തരം. വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജ്ജം? ഓപ്ഷൻ ഡി 4 മടങ്ങാവും. PSC സ്ഥിരമായിട്ട് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണിത്. ഇനി അടുത്ത ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ സി വേഗം എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ബാക്കിയെല്ലാം സദിശ അളവാണ്. വേഗം എന്ന് പറയുന്നത് ഒരു അദിശ അളവാണ്. ഇനി അടുത്ത ചോദ്യം, അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഓപ്ഷൻ ബി ബാരോമീറ്റർ. 76-ാമത്തെ ചോദ്യം, ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ JJ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ന്യൂട്രോണിനെ കണ്ടെത്തി എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന, അതായത് ബന്ധപ്പെടാത്ത പ്രസ്താവന. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. ഇനി അടുത്ത ചോദ്യം, റബ്ബറിൻ്റെ മോണോമർ ഏത്? അപ്പോൾ ഇതിൽ മാർക്ക് ചെയ്ത ആൻസറിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഓപ്ഷൻ ബി ഐസോപ്രീൻ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇനി 78-ാമത്തെ ചോദ്യം, റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത് ആര്? ഓപ്ഷൻ സി ഹെൻറി ബെക്കറൽ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഓപ്ഷൻ ഡി അലുമിനിയം ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇനി അവസാനത്തെ ചോദ്യം, 80-ാമത്തെ ചോദ്യം, ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് GK സെക്ഷനിലും സയൻസ് സെക്ഷനിലും ഒക്കെ ആയിട്ട് ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത സ്റ്റേജിൽ എക്സാം എഴുതുന്നവരൊക്കെ നന്നായിട്ട് പഠിക്കുക. ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.